എല്ലാവർക്കും നമസ്കാരം. ഒരു KS എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഇനി മറ്റൊരു എക്സാമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വരാനിരിക്കുന്ന ഒരു KS എക്സാം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ KS എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള പല ഡൗട്ടുകളും ഉണ്ടാവും. അപ്പൊ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ KS അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന ഒരു കാര്യം? മിഡ് ലെവൽ മാനേജ്മെന്റ് ആണല്ലോ. മുകളിലായി ടോപ്പിലായി ഇയേഴ്സ് ഉണ്ട്, താഴത്ത് മറ്റ് സർവീസിൽ അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ മിഡ് ലെവൽ മാനേജ്മെന്റിലേക്ക് യങ്ങർ ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് KSന്റെ ശരിക്കുള്ള ഇത്. ആൻഡ് ശങ്കറും ഇപ്രാവശ്യം ഒരു മെയിൻസ് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, ഒരു പ്രിലിംസ് ഉണ്ട്, അതുപോലെ മെയിൻസ് എക്സാം ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. പറയുമ്പോൾ ഒരു 3 ഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ഒരു ലോങ് പ്രോസസ്സ് എന്ന് വേണമെങ്കിലും കൂടെ പറയാം. ആ ഒരു സ്ട്രക്ചർ പ്രിലിംസിൽ നമുക്ക് തുടങ്ങാം. പ്രിലിംസിനകത്ത് 2 പേപ്പറാണുള്ളത്. 2 പേപ്പറിൽ സെക്കൻഡ് പേപ്പറിനകത്ത് മലയാളത്തിന് വലിയ വെയിറ്റേജ് ഉണ്ട്, 30 മാർക്ക് മലയാളം വെയിറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് പേപ്പറിനകത്താണ് കുറച്ച് മാത്സ് വരുന്നത്, 15 മാർക്കോളം മാത്സ് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം വെയിറ്റേജ് വരുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിൽ. ഇപ്പോൾ പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ എത്ര മാർക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ മാത്സ് ആണെങ്കിൽ എത്ര മാർക്ക് വരുന്നുണ്ട്, ഏതൊക്കെ ലെവലിൽ വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ നമ്മുടെ കയ്യിലുള്ളത് 2 എക്സാമാണ്. 2 അല്ല, നമുക്ക് 3 എക്സാം എന്ന് വേണമെങ്കിൽ പറയാം. 2020 2 എക്സാം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2025 നടന്ന ഒരു എക്സാം. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ മുമ്പിലുള്ളത്. 20 2 പ്രാവശ്യമായിട്ട് പരീക്ഷ നടന്നത് കാരണം 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, 2 എക്സാമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എത്ര ഡെപ്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ വീക്ക് ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രിലിംസ് എഴുതാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ട് മുന്നോട്ട് വരാന്ന് പറയാം. നമ്മുടെ കോളേജൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾ പലപ്പോഴും PSC പരീക്ഷകളിലേക്ക് കടക്കുന്ന ആളുകൾ പോലും KSനോടൊരു കയ്യകലം. KS എന്തോ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത് മൾട്ടിപ്പിൾ പ്രോസസ് ഉണ്ട്, കുറച്ച് ആളെടുക്കുള്ളൂ, അത് കാരണം. പക്ഷെ അവര് വലിയ എഫേർട്ട് അവർ മറ്റു പരീക്ഷകൾക്ക് ഇടും. അതിന് സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും വലിയ എഫേർട്ട് ഇടും. പക്ഷെ KS വരുമ്പോ എന്തോ നമുക്ക് പാസ്സാകാൻ വേണ്ടിട്ട് ഒരു സീറ്റ് മതിയാവും. അതെ, പക്ഷെ ഒരു പിൻവാങ്ങൽ ഉണ്ടാവണം. ഇതിനെ കുറിച്ച് അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. നിങ്ങളിപ്പോ ഒരു ഡിഗ്രി ലെവൽ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും KSന്റെ പ്രിലിമിനറി എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചോദ്യങ്ങളിൽ വരുന്ന ടോപ്പിക്കുകളൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. ആൻഡ് അതുപോലെ തന്നെ ഒരു ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് താനും. അതുപോലെ തന്നെ മാത്സിന്റെ കാര്യം, ഇപ്പൊ ഞാനൊരു മാത്സ് അധ്യാപകൻ കൂടിയാണ്. KSന് ചോദിക്കുന്ന മാത്സും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന, ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് ചോദിക്കുന്ന മാത്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സെയിം ആയിട്ട് തന്നെ തോന്നും. മലയാളം 30 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇംഗ്ലീഷ് 20 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. പേപ്പർ 2 എടുത്തു കഴിഞ്ഞാൽ 50% സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ചോദ്യം വരുന്നത്. ഇപ്പൊ മാത്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 65 മാർക്കിന്റെ ചോദ്യങ്ങളും സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് നിന്നാണ് വരുന്നത്. ഈ ഒരു ഭാഗങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 116 ആ റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 120 താഴെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ കട്ട് ഓഫിന്റെ പകുതിയിലധികം മാർക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാറ്റിക് പോർഷൻസ് ഉപകാരപ്പെടും. കാരണം കാലാകാലങ്ങളായിട്ട് PSC ഈ ഒരു മേഖലകളിൽ എക്സാം നടത്തുന്നുണ്ട്, ഈ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കിപ്പോ സ്ട്രീം 1 ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ പ്രിലിമിനറി എക്സാം എഴുതുന്ന സമയത്ത് സ്ട്രീം 2 വളരെ കുറവാണ്, അതുപോലത്തെ 3 വളരെ കുറവാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? പലപ്പോഴും ഈ സ്ട്രീം 2നും 3നും സംബന്ധിച്ച് പല ആളുകളും അവിടെ സെറ്റിൽഡ് ആണ്. ഒന്നെങ്കിൽ അത് റിസ്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും, അതല്ലെങ്കിൽ കൃത്യമായിട്ടൊരു അവയർനെസ് പലർക്കും കിട്ടുന്നില്ല. പലരും ചിലപ്പോൾ പല ഡിസ്ട്രിക്റ്റിൽ, ഇപ്പോൾ വയനാട് പോലത്തെ പല ജില്ലകളും, ഇപ്പൊ നമ്മുടെ ഒരു കോച്ചിങ്ങിന്റെ മേഖലയൊക്കെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ജില്ലകളിലെ ആൾക്കാര് ദൂരെയായിട്ട് നിൽക്കുകയാണ്, ആക്സസ് കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യം. അവർക്കൊരു എക്കോസിസ്റ്റം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു എക്കോസിസ്റ്റം നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് ഏറ്റവും അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. പുതുതായിട്ട് ഈ മേഖലയിലേക്ക് PSC മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ ഓൾറെഡി സർവീസിൽ ഇരുന്നിട്ട് ഒരു ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പുസ്തകം വായിച്ച് പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇതിനകത്ത് കുറച്ചുകൂടെ സ്കിൽസ് യൂസ് ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ് കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത്. PSC മാത്രമല്ല, മറ്റേത് എക്സാം ആണെങ്കിലും അങ്ങനെയാണ്. ഇപ്പൊ ഒരു MCQ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്.
ഇപ്പൊ ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു തോന്നലായിരിക്കും പലരിലും ഉണ്ടാവുക. അത് ഇതൊക്കെ ശരിയാണ്. പലർക്കും സത്യത്തിൽ ഇതൊരു സ്കില്ലാണെന്നും ഇത് കുറച്ച് നാൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം സത്യമാണ്. അത് ഇതിപ്പോ ക്രാക്ക് ചെയ്തവരെല്ലാരും പറയുന്ന സംഭവം. ഇപ്പൊ നോളജ് വെച്ച് നോക്കുകയാണെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ അതെ കാരണം എല്ലാവർക്കും റിസോഴ്സ് ഉണ്ട്. AI വന്നു, സ്കില്ലാണ് പലപ്പോഴും പിറകിലോട്ട് പോകുന്നത്. അതിപ്പോ മെയിൻസ് ആണെങ്കിലും പ്രിലിംസ് ആണെങ്കിലും സ്കില്ലാണ്. സ്കില്ല് കിട്ടാ അല്ലെങ്കിൽ സ്കില്ല് പോളിഷ് ചെയ്തെടുക്കേണ്ട ഒരു സമയമാണ് ശരിക്കും ഇപ്പോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അധ്യാപകരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരു 80 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയാൽ മതി, അപ്പൊ അതിൽ കൂടുതൽ എഴുതിയിട്ട് നിങ്ങൾ നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു 60 ചോദ്യങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ പാസ്സാകും, ഇതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾ പാസ്സാകും. പക്ഷെ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എന്താണ് പല മാനസികാവസ്ഥയിലും കൂടി ആയിരിക്കും ആള് കടന്നു പോകുന്നുണ്ട്. അപ്പൊ എക്സാം ഹോളിൽ നമ്മൾ 60 ചോദ്യങ്ങൾ എഴുതി 60 ശരിയാക്കാൻ പറ്റണമെന്നില്ല. മാത്തമെറ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എക്സാമിന്റെ ലെവൽ മനസ്സിലാക്കിയിട്ട് നമുക്കത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം വെച്ചാൽ ചില പരീക്ഷകൾ വളരെ ചില പേപ്പർ ചിലപ്പോൾ ഫസ്റ്റും സെക്കൻഡ് 2 പേപ്പറാണ് KS പോലത്തെ പരീക്ഷയ്ക്കകത്ത്. ഇപ്പൊ എല്ലാ ഒരുവിധം ഡിഗ്രി ലെവൽ പരീക്ഷകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ 2ാമത്തെ പേപ്പർ വളരെ എളുപ്പമായിരുന്നു. അതെ അതെ അപ്പൊ അവിടെ നമ്മൾ 60 മാത്രം എഴുതിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കിടക്കാൻ പറ്റില്ല. അത് അപ്പൊ അങ്ങനെ ഒരു പ്രിജുഡിസ് ആയിട്ട് ഒരിക്കലും പരീക്ഷനെ അപ്രോച്ച് ചെയ്യാതിരിക്കാൻ പാടില്ല. പരീക്ഷനെ എപ്പോഴും പരീക്ഷ എങ്ങനെയാണ്, എന്താണ് ഡിമാൻഡ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അത് നമുക്കൊരു എന്താ പറയാ മാക്സിമം പരീക്ഷകൾ എഴുതി തന്നെയാണ് കിട്ടുള്ളൂ. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയൊരു അതെ ഫാക്ടറാണ്. അതെ അതെ, അവിടെയാണ് ഇതിന്റെ ചലഞ്ച് കിടക്കുന്നത്. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുക, പിന്നെ അതിനകത്ത് വരുന്ന മറ്റു കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്യുക. ഫസ്റ്റില് MCQ സ്കില്ലാണ് നമുക്ക് വേണ്ടത്, പക്ഷെ 2 വരുമ്പോ എഴുത്താണ് അതെ വേണ്ടത്. അതെ പരീക്ഷ ഇപ്പൊ എഴുതി നമ്മൾ പൊതുവിൽ പറയും പ്രിലിംസ് പലരും ഉണ്ട്, പല അപ്രോച്ചും നടത്തുന്ന ആൾക്കാരുണ്ട്. പ്രിലിംസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിൻസിലേക്ക് പോവാം. പക്ഷേങ്കിൽ ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? ഒരിക്കലും അല്ല. കാരണം പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിനുള്ള സമയമില്ല. അപ്പൊ 2 കാര്യം സെറ്റ് ചെയ്യണ്ടോ. ഒന്ന് കണ്ടന്റ് സെറ്റ് ചെയ്യണോ, 2 എഴുത്തും സെറ്റ് ചെയ്യണം. ഇപ്പോഴാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട സമയം. ഇപ്പൊ നിങ്ങൾ ഒരു KS നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം, ഇപ്പൊ തയ്യാറെടുക്കണം. ഇവിടെ നിന്നോട്ട് ആ യാത്ര ആരംഭിക്കണം. നമുക്കൊരു ലാപ്പ് നേരത്തെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഫിനിഷ് ചെയ്യാവുന്ന രീതിയിലേക്ക് KSനെ കുറിച്ച് അത്രയും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ട്രീം 2 സ്ട്രീം 3 നിർബന്ധമായിട്ടും അവരിപ്പോ ഇറങ്ങണം. ഇപ്പൊ പലരും ഇപ്പൊ ഹയർ ലെവൽ എക്സാംസിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ പരീക്ഷകൾ എഴുതാത്ത ആളുകളാണ്. സോ ഈ സാധാരണ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മുകളിലേക്ക് പലരും എഴുതില്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മതി എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. പിന്നെ അപ്പൊ അവരെ അങ്ങനെ ഒരു അപ്രോച്ച് ഒരിക്കലും എടുക്കരുത്. ലോ എയിം ഈസ് എ ക്രൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത് അതാണ് കാര്യം. കാരണം വെച്ചാൽ നിങ്ങൾ മുകളിലേക്കുള്ള എക്സാമുകൾ നിർബന്ധമായിട്ട് ട്രൈ ചെയ്യണം. കാരണം നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റ് എല്ലാം സെയിമാണ്. മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുക, നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് പോകാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. UPSCക്ക് പഠിക്കുന്ന ആളും പഠിക്കുന്നുണ്ട്, LDCക്ക് പഠിക്കുന്ന ആൾ എല്ലാവരും. ഇപ്പൊ LDCക്ക് പഠിക്കുന്ന ആൾ അറിഞ്ഞുകൊണ്ട് പഠിക്കാതിരിക്കില്ല, പക്ഷെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ പൊളിറ്റിയിൽ കിട്ടുന്നത് അത് ലക്ഷ്മികാന്താണ്. എല്ലാവരും ലക്ഷ്മികാന്ത് പഠിക്കുന്നുണ്ട്, പക്ഷെ അപ്രോച്ച് പലരുടെയും പലതാണ്. പഠിക്കുന്ന ലക്ഷ്മികാന്ത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എഴുതാം. ഇത് അവിടെ KS തൊട്ട് LDC വരെ എഴുതാം. അപ്പൊ അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് മാറുക എന്നുള്ളതാണ്. നിങ്ങൾ സർക്കാർ ജോലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എന്തായാലും നിർബന്ധമായിട്ട് എഴുതേണ്ട ഒരു പരീക്ഷയാണ് KS എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് SIക്ക് ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ LSGS വന്നപ്പോ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഈ ഇന്റർവ്യൂല് ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ്? അതായത് KS ഇന്റർവ്യൂവിന്റെ ഒരു രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രഷർ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ അവിടെ പോയിരുന്നു, പുറത്തിരുത്തു ആദ്യം നമ്മളതിനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൊട്ട മുന്നിലെ ആള് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മളതിനെ ഈ ഡോറിന്റെ സൈഡിൽ കൊണ്ടിരുത്തും. ആ സീറ്റ് ഒരു ഹോട്ട് സീറ്റ് ആണ്. അവിടെ ഇരുന്നിട്ടുണ്ടാവും തിങ്കിങ് പ്രോസസ് ഉണ്ട്. അത് കവർ ചെയ്യുക എന്നുള്ളത് അന്ന് വളരെ ഒരു രസകരമായ അവസ്ഥയായിരുന്നു. ചലഞ്ചുകളെല്ലാം അഡ്രസ് ചെയ്ത് പോവാന്നുള്ളത് തന്നെയാണ്. ഇന്റർവ്യൂ നമുക്ക് ഏറ്റവും അവസാനം വരുന്ന കാര്യമാണ്. നമ്മൾ പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ അതിനെക്കുറിച്ച് ഇതാക്കണ്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണല്ലോ. ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഇങ്ങനെ ചലഞ്ചുകൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണ എന്തായാലും ഉണ്ടാവണം നല്ലതാണ്. സ്വപ്നം കാണാന്നുള്ളതാണ് ഏറ്റവും സാധനം. സ്വപ്നം കണ്ടതല്ല, കണ്ട സ്വപ്നം നടപ്പിലാക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സർക്കാർ ജോലിയിലേക്ക് വരണം, നാട്ടിൽ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ചില ആളുകളിൽ നൊസ്റ്റാൾജിയ വന്നിട്ട് ഇപ്പൊ പൂരവും അമ്പലവും ഒക്കെ ആണ്. ഞങ്ങൾ തൃശ്ശൂർക്കാരനാണ്. ഇപ്പൊ പൂരൊന്നും ഇല്ലാണ്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കുണ്ട്, കുറെ ആളുകളുണ്ട് നാട്ടിൽ നിന്ന് വിട്ടു പോകാൻ താല്പര്യമില്ലാത്തവര്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണ് സ്ട്രീം 2 റാങ്ക് 1 സവിത എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്ക് UPSC എക്സ്പീരിയൻസ് ഇല്ല, PSC എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരാള് ഈ UPSCക്കാരുടെ ഇടയിൽ കോമ്പീറ്റ് ചെയ്തിട്ട് കയറി വരിക എന്ന് പറയുന്നതിന് ഒരു അത് വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു UPSCക്കാർക്ക് മാത്രം അത് കിട്ടുള്ളൂ, KS എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന മറ്റു PSC സ്റ്റുഡൻസിനോട് വലിയൊരു ഉദാഹരണമായിട്ടാണ്. നിങ്ങൾ എപ്പോ തുടങ്ങണം പ്രാക്ടീസ്, എവിടെ നിന്ന് ആരംഭിക്കണം, അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോടെ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു പഠന രീതി. അതെ 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 അത് KS മെന്ററിന്റെ ഭാഗമായിട്ടും
പോകാൻ വേണ്ടി പറ്റിയെന്നുള്ളതൊരു വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്കും KS മെൻറ്റർ ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇനി വരാനിരിക്കുന്ന എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായും KS മെൻറ്ററിലോട്ട് വരാവുന്നതാണ്. ഒരു ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഒരു 2 വർഷത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എഴുത്തിലും അതുപോലെ തന്നെ MCQ സ്കിൽസ് എല്ലാം വർദ്ധിപ്പിക്കാം. നേരത്തെ തന്നെ ജോയിൻ ചെയ്യാം. താങ്ക്